ഏറ്റവും ഒറ്റപ്പെട്ടതും ഏറ്റവും നിഗൂഢമായ രാജ്യമാണ് ഉത്തര കൊറിയ. ഉപഗ്രഹ ചിത്രങ്ങൾക്കപ്പുറം അതിന്റെ യഥാർത്ഥ സൈനിക ശക്തി എത്രത്തോളമാണെന്ന് കൃത്യമായി പറയാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും കഴിയാത്ത രാജ്യമാണത്. പതിറ്റാണ്ടുകളായി കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലും നേരിട്ടിട്ടും ഒരിക്കലും മന്ദഗതിയിലാകാത്ത ഒരു മേഖല ഉത്തര കൊറിയയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ആയുധ നിർമ്മാണമാണ്. കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മിസൈലുകൾക്കും റോക്കറ്റുകൾക്കും പീരങ്കികൾക്കും ആണെന്ന് ലോകം പലതവണ കണ്ടതാണ്. ദേശീയ മാധ്യമമായ India.com റിപ്പോർട്ട് അനുസരിച്ച് വർഷങ്ങളോളം സൈനിക പരേഡുകളിൽ മാത്രം ലോകം കണ്ടിരുന്ന ആ ആയുധങ്ങൾ യഥാർത്ഥ യുദ്ധഭൂമിയിൽ എത്രത്തോളം അപകടകാരികളാണെന്ന് ഇപ്പോൾ യുക്രൈൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ന് യൂറോപ്പിലെ ആകാശത്ത് പതിക്കുന്ന ചില മിസൈലുകൾ റഷ്യയിൽ നിർമ്മിച്ചവയല്ല, മറിച്ച് ഉത്തര കൊറിയയുടെ രഹസ്യ ആയുധശാലയിൽ നിന്ന് എത്തിയവയാണ്. ഈ രഹസ്യ സൈനിക പങ്കാളിത്തം യുക്രൈൻ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് എന്നാണ് ലോക സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 2022 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം 3-ാം വർഷം പിന്നിടുമ്പോൾ അതിനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാധാരണ യുദ്ധമല്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ യുക്രൈനിൽ ലഭിക്കുമ്പോൾ മറുവശത്ത് ഇറാനും ഉത്തര കൊറിയയും റഷ്യയുടെ പ്രധാന സൈനിക പങ്കാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ യുക്രൈനിലെ സപ്പോരിഷ്യ നഗരത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി നടത്തിയ പ്രസ്താവന ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. റഷ്യയുടെ കൈവശമുള്ള ഏറ്റവും അപകടകാരിയായ ഉത്തര കൊറിയൻ ആയുധങ്ങളിലൊന്നാണ് KN-23 അഥവാ ഹോങ്സോങ് 11A ബാലിസ്റ്റിക് മിസൈൽ. രൂപകൽപ്പനയിൽ റഷ്യയുടെ തന്നെ ഇസ്കാൻഡർ M മിസൈലിനോട് ഏറെ സാമ്യമുള്ള ഈ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ വിക്ഷേപിക്കുവാൻ കഴിയും. റോഡ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് മിനിറ്റുകൾക്കകം വിക്ഷേപിക്കുന്ന ഈ മിസൈലുകൾ ഏകദേശം 600 മുതൽ 900 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പറക്കുന്ന രീതിയിലാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ഉയർന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം താരതമ്യേന താഴ്ന്ന ഉയരത്തിലും വ്യത്യസ്തമായ ട്രാജറിലുമാണ് ഇത് സഞ്ചരിക്കുന്നത്. അതിനാൽ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ കണ്ടെത്തുകയും ഇടിച്ചു തകർക്കുകയും ചെയ്യുന്നത് വളരെ പ്രയാസകരമാണ്. ഇതോടൊപ്പം റഷ്യ ഉപയോഗിക്കുന്ന മറ്റൊരു ഉത്തര കൊറിയൻ ആയുധമാണ് KN-24 അഥവാ ഹാങ്സോങ് 11B. അമേരിക്കൻ ATCMS മിസൈലുകളുടെ രൂപകൽപ്പനയെ അനുസ്മരിപ്പിക്കുന്ന ഈ മിസൈലുകൾ ഉയർന്ന കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതാണ് പ്രശസ്തം. സൈനിക ആസ്ഥാനങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, റെയിൽവേ ജംഗ്ഷനുകൾ, വൈദ്യുതി നിലയങ്ങൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ നിർണായക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ റഷ്യ ഇവ ഉപയോഗിച്ചതായാണ് വിലയിരുത്തൽ. 2023 അവസാനത്തോടെ ആരംഭിച്ച ആയുധ വിതരണത്തിന് ശേഷം 2025 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഏകദേശം 150 ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് ലഭിച്ചതായി പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു. ഇതിനു പുറമെ പുതിയ ബാച്ചുകളിലായി കൂടുതൽ മിസൈലുകളും റഷ്യയിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മിസൈലുകൾ കൈമാറുന്നതിൽ മാത്രമല്ല, അവ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക സഹകരണത്തിലും ഉത്തര കൊറിയ സജീവമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈന്റെ സൈനിക ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം റഷ്യയിലെ വെറോഷ്നിക് മേഖലയിലായി ഉത്തര കൊറിയൻ മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി പ്രത്യേക യൂണിറ്റുകൾ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. മൊബൈൽ ലോഞ്ചറുകളും പരിശീലനം ലഭിച്ച സൈനികരും ഉൾപ്പെടുന്ന ഈ യൂണിറ്റുകൾ നേരിട്ട് റഷ്യൻ സൈന്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. കൂടാതെ റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഉത്തര കൊറിയൻ മിസൈലുകളുടെ കൃത്യത മുൻകാലത്തേക്കാൾ ഗണ്യമായി മെച്ചപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ സംഭാവന മിസൈലുകളല്ല, മറിച്ച് പീരങ്കി ഷെല്ലുകളാണ് എന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ദിവസേന ആയിരക്കണക്കിന് പീരങ്കി ഷെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരമൊരു വൻ ഉപഭോഗം റഷ്യയുടെ സ്വന്തം ഉൽപാദന ശേഷിക്ക് മാത്രം നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉത്തര കൊറിയയുടെ സഹായം നിർണായകമാകുന്നത്. വിവിധ ഇന്റലിജൻസ് ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം 80 മുതൽ 1.5 കോടിയിലധികം വരെ പീരങ്കി ഷെല്ലുകൾ ഉത്തര കൊറിയ റഷ്യക്ക് കൈമാറിയിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. ചില വിശകലനങ്ങൾ പ്രകാരം റഷ്യയുടെ ആകെ പീരങ്കി ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകളുടെ 25 മുതൽ 40% വരെ ഉത്തര കൊറിയയിൽ നിന്നുള്ളവയായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. യുദ്ധഭൂമിയിൽ തുടർച്ചയായ ഷെല്ലാക്രമണം തുടരാൻ ഈ വിതരണം റഷ്യയെ സഹായിക്കുന്നതായാണ് വിദഗ്ധരുടെ അഭിപ്രായം. പീരങ്കി ഷെല്ലുകൾക്ക് പുറമെ 170 മില്ലിമീറ്റർ സ്വയം സഞ്ചരിക്കുന്ന പീരങ്കികൾ, 240 മില്ലിമീറ്റർ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സംവിധാനങ്ങൾ, ടാങ്ക് വിരുദ്ധ മിസൈലുകൾ തുടങ്ങിയ ആയുധങ്ങളും റഷ്യക്ക് കൈമാറിയിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ. 200-ലധികം പീരങ്കി സംവിധാനങ്ങൾ ഇതിനകം റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായതായും വിലയിരുത്തപ്പെടുന്നു. ഇവ ഉപയോഗിച്ച് മുൻനിരയിൽ തുടർച്ചയായ സമ്മർദ്ദം നിലനിർത്താൻ റഷ്യക്ക് കഴിയുന്നു എന്നാണ് യുദ്ധ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2026 ഓഗസ്റ്റിൽ പ്രസിഡന്റ് സെലൻസ്കി നടത്തിയ പ്രസ്താവനയിൽ 30,000 മുതൽ 50,000 വരെ അധിക ഉത്തര കൊറിയൻ സൈനികരെ കൂടി റഷ്യയിലേക്ക് അയക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നുവെന്നാണ് യുക്രൈന്റെ സംശയം. ഇത് യാഥാർത്ഥ്യമായാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റൊരു രാജ്യത്തിന്റെ സൈനികരെ ഇത്തരത്തിൽ വലിയ തോതിൽ മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധഭൂമിയിലേക്ക് വിന്യസിക്കുന്ന അപൂർവ സംഭവങ്ങളിലൊന്നായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലോകത്തിന് ലഭ്യമല്ല. പ്രതിരോധ ബജറ്റും ആയുധ ഉൽപാദന ശേഷിയും സംബന്ധിച്ച വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെയാണ് സൂക്ഷിക്കുന്നത്.
എന്നിരുന്നാലും പതിറ്റാണ്ടുകളായി ഭൂഗർഭ ഫാക്ടറികളിലും രഹസ്യ സൈനിക സമുച്ചയങ്ങളിലുമായി മിസൈലുകളും റോക്കറ്റുകളും പീരങ്കികളും വെടിക്കോപ്പുകളും വൻതോതിൽ നിർമ്മിക്കുന്നതായി അന്താരാഷ്ട്ര വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നു. റഷ്യയ്ക്ക് ലഭിക്കുന്ന ഈ സൈനിക സഹായത്തിന് പകരമായി ഉത്തര കൊറിയക്ക് എന്താണ് ലഭിക്കുന്നത് എന്നതും വലിയൊരു ചോദ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം എണ്ണ, ധാന്യങ്ങൾ, വിദേശ നാണയം, സൈനിക സാങ്കേതിക വിദ്യ, ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട അറിവ്, ആധുനിക മിസൈൽ വികസന സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ റഷ്യ ഉത്തര കൊറിയയെ സഹായിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. യുക്രൈൻ യുദ്ധം ഇന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന അതിർത്തി കടന്നു കഴിഞ്ഞു. ഉത്തര കൊറിയയുടെ മിസൈലുകളും പീരങ്കി ഷെല്ലുകളും സൈനിക സഹായവും റഷ്യയുടെ യുദ്ധശേഷിക്ക് പുതിയ കരുത്ത് പകരുമ്പോൾ യുദ്ധത്തിന്റെ ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുമെന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. ഒരു കാലത്ത് ലോകത്തിന് ഒരു ദുരൂഹത മാത്രമായിരുന്ന കിം ജോങ് ഉന്നിന്റെ രഹസ്യ ആയുധ ശേഖരം ഇന്ന് യൂറോപ്പിലെ യുദ്ധഭൂമിയിൽ തന്റെ ശക്തി തെളിയിക്കുകയാണ്. ഈ സഖ്യം യുദ്ധത്തിന്റെ ഗതി എങ്ങനെ മാറ്റുമെന്നതും ലോക സുരക്ഷയ്ക്ക് ഇനി എന്തെല്ലാം വെല്ലുവിളികൾ ഉയർത്തുമെന്നതും വരും ദിവസങ്ങളിലും ലോക നേതാക്കളുടെയും സുരക്ഷാ വിദഗ്ധരുടെയും ഏറ്റവും വലിയ ആശങ്കയായി തന്നെ തുടരും.